ഇനി ചക്ക കൂട്ടാൻ വയ്ക്കുമ്പോൾ ഇതുപോലൊന്ന് വെച്ച് നോക്കൂ. ചക്ക ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ചക്കയിൽ അധികം വെള്ളം പിടിക്കില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. ചക്ക വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു അരമുറിയിലധികം തേങ്ങ ഇട്ട് കൊടുക്കുക. ചക്കയിൽ അത്യാവശ്യം തേങ്ങ വേണം, എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം അധികം ചേർത്ത് കൊടുക്കരുത്. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു കുത്തണ സ്മെല്ലായിരിക്കും. പിന്നെ ഒരു 8-10 മണി കുരുമുളകും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കുക. ഇപ്പം നേരെ ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ആ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നേരെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിള വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കൂട്ടാനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഇവിടെ സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒന്ന് താളിച്ച് വയ്ക്കാം. വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും പൊട്ടിക്കാം. ഇപ്പോൾ ഇതെല്ലാം പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചക്കക്കൂട്ടാനിലേക്ക് വെച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.